കൊല്ല റമളാൻ തുടങ്ങുമ്പോൾ 3 ഓതിയിട്ടുള്ളാറ് എല്ലാവരും 4 ഇല്ല. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി. വർഷം ഇങ്ങനെ 48 3 പേജ്. നിങ്ങൾ എല്ലാവരും വിഷയമല്ല, നിങ്ങൾ ബേജാറാക്കണ്ട. നന്ന ബേജാറായെങ്കിൽ 2 വർഷം വിളിക്കണ്ട ചൊന്നങ്ങായി. വേറെ ഒന്നും ഇല്ല, ഗട്ടിപ്പിടിയൊന്നും ഇല്ലേ. അല്ല നോക്ക് വേണമെങ്കിൽ മറ്റൊന്ന് ഇൻഷാ അല്ലാഹ് ഒരു 5-6 കല്യാണം റമളാൻ ഉണ്ടല്ലേ, 5-6 കല്യാണം റമളാൻ. റമളാൻ ഫസ്റ്റ് 2 നിങ്ങൾ വേണമെങ്കിൽ നോക്കറോ ഹൗസ് ഫുൾ പള്ളി ഓടൻ ജാഗ കാലിയില്ല. അവസാനം തറാവി നിസ്കാരത്തിൽ ഉൾക ജാഗില്ല, പുറത്ത് ജാഗില്ല. ലാസ്റ്റ് ആ കാൽകറകല ഹൗദർ സൈഡ് ഉണ്ടല്ലേ, അവിടെ നിന്നൊരാള് 3 ആള്. അല്ലാഹു അക്ബർ, അത്ര ആള് ഭയങ്കര. റമളാൻ സ്പെഷ്യൽ തൊപ്പി, സ്പെഷ്യൽ മുണ്ടു, സ്പെഷ്യൽ മുസല്ല. 8:10 ഇശ, 7:10 വന്നറ. എന്തേ റമളാൻ ഉസ്താദ് റമളാൻ. ആ മൊയിലാറ് ജണ്ടാണ്ടായി മുസാബ് പിടിച്ചിട്ട് ഓതി കൊണ്ടുണ്ട് ഗുർത്തപിച്ചയാൾ ഖത്തീബ് ഉസ്താദിന്റെ മുസാഫ്. അയാളെപ്പോഴും സുബൈക്ക് മോദികൾ ഓതുന്ന മുസാഫ്. അയാളെ അടയാളം വെച്ച് ഇന്നലെ നോക്കുമ്പോൾ അടയാളില്ല. എന്തേ എടുത്തോ ഓന്റെ കയ്യിലും. മുക്കുറി ഉസ്താദ് ഓതി മുസാഫ് അതിന്റെ ഉണ്ട് ഒരു കൺലാസ്, അതുമില്ല, അതും ഓന്റെ കയ്യിലും. 2 ഓന്റെ കയ്യിൽ. റമളാൻ 1-2 ഓനോട് കേട്ടെന്താ 2 മുസാഫ്. ഉസ്താദ് റമളാനല്ലേ, എന്റെ ഉസ്താദ് കൊന്തില്ലേ? ഇത് റമളാൻ ഉസ്താദ് കൊന്തില്ലാത്ത വിഷയമല്ല. ഇത് ഓന്റെ ഈമാൻ ഫുള്ളായോ? ഓന്റെ ബാറ്ററി ഫുള്ളായ പോലെ ഈമാൻ ഫുള്ളായത് നല്ല കാര്യമേ, അഭിനന്ദനാർഹമാണ്, ശ്ലാഘനീയമാണ്, നല്ല വിഷയമാണ്. പക്ഷെ അത് എപ്പോഴും വേണോ? അത് വള്ളി 3 റമളാൻ 1-2 മുസാഫ് കയ്യിൽ പിടിച്ചോണോ? റമളാൻ 2 അവന്റെ കയ്യില് മുസാഫില്ല. റമളാൻ 3 പള്ളിയിലില്ല. റമളാൻ 4 പിന്നെ അവന് നോമ്പില്ല. ആണ്ടുമ്പോളും ഓതിയോണ്ടുള്ള അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അതിന്റെ അപ്പുറയില്ല. സൂറത്ത് യൂസുഫ് കേൾക്കുമ്പോ ചില ആൾമാർ ബൈബിള് എന്ത് വിഷയം കൊണ്ടുണ്ടാ ഇത് ഫസ്റ്റ് കേട്ടു. ആ പേര് നിങ്ങളെ വിഷയമല്ല, നിങ്ങൾ ബേജാറാക്കണ്ട, നിങ്ങളെ ചൊന്നല്ല. ഇന്നോളം മുസാഫിന്റെ നേരെ മിഡിൽ ഭാഗം ഓതാത്ത ആൾമാരുള്ളാറ് 48-53 ആണ്ടായി ഇന്നോളെ ഖത്തം തീർക്കാത്ത മനുഷ്യന്മാരുള്ളാറ്. ഇനി വരാൻ വേണ്ടി പോകുന്നത് പരിശുദ്ധമായ റമളാനാണ്. അപ്പൊ ഉമ്മ നല്ല പോലെ ജാഗ്രത ആക്കണ. നോമ്പ് തുറന്നിട്ട് ഞങ്ങളെ കിടാവ് തറാവിക്കും ചൊന്നിട്ട് പള്ളിക വന്നെങ്കിൽ നിങ്ങത് കൺഫേം ആക്കണ. പള്ളിക എത്തിറാണ, അതല്ല അബ്ബറ പോലെ ബജാറ് ചുറ്റുകൊണ്ടുള്ളാണ്. നിങ്ങ കൺഫേം ആക്കണ. ചില അബ്ബമാരും അങ്ങനെ ഉള്ളാറ്. കാരണം പരിശുദ്ധ റമളാനാണ്. ഈ ഞങ്ങ എത്ര നാളായി പടച്ചോനോട് ദുആറുന്നുണ്ടുള്ള ഒബല്ലിഗ്നാ റമളാൻ, ഒബല്ലിഗ്നാ റമളാൻ. പടച്ചോനെ റമളാനിനെ ഞങ്ങൾക്ക് നീ എത്തിക്കണേ അല്ലാ. റമളാനിൽ നോമ്പ് നോൽക്കാൻ, റമളാനിൽ ഇബാദത്ത് ചെയ്യാൻ, റമളാനിൽ നോമ്പ് തുറപ്പിക്കാൻ, റമളാനിൽ തറാവീഹ് നിസ്കരിക്കാൻ, റമളാനിൽ ഖുർആൻ ഓതാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് താ അല്ലാഹ്. ഞങ്ങൾ എപ്പമേ ദുആറുന്നുണ്ടുള്ള ഇൻഷാ അല്ലാഹ് ഒരു 2-3 നാളിന് കഴിഞ്ഞെങ്കിൽ ആ റമളാൻ ഞങ്ങൾക്ക് വരുമ്പോ ആ റമളാൻ ഞങ്ങൾ കെയർലെസ് ആക്കോ തീറ. നന്നാണ്ട് ഇത് റമളാൻ വണ്ടി മാത്രല്ല എപ്പോഴും വേണോ. ഞങ്ങ റമളാൻ ഒരു തിങ്ങ തലല് തൊപ്പി, റമളാൻ കഴിഞ്ഞ പിന്നെ അരല് കുപ്പി. സ്പെഷ്യൽ തൊപ്പിയില്ലേ, അതിന്റെ ചീട്ട് പോലും പൊട്ടിച്ചിട്ടില്ലല്ലേ 30ഓളം. ഒന്നുകു മേങ്ങിയ തൊപ്പിന്റെ ചീട്ടുണ്ടല്ലേ അത് 30ഓളം പൊട്ടിച്ചിട്ടാവും. എന്തൊക്കെ നോമ്പ് കഴിഞ്ഞ പിന്നെ വേണ്ടേ? നോമ്പ് കഴിഞ്ഞ പിന്നെ നിസ്കാരം ഇല്ലേ? പില്ല കുറച്ച് മുന്നോളെല്ലാം അങ്ങനെ അങ്ങനെ 30 നോമ്പ് നോക്കിയിട്ട് പെരുന്നാൾ നിസ്കരിച്ച് നേരെ പോണ്ട വടക്ക് വന്നുണ്ട് മൈക്കാലത്തേക്ക് ഫിലിം നോക്കുക. എന്തേ ഉണ്ട് പെരുന്നാൾ? ഇതെന്ത് പെരുന്നാൾ? ഹറാമാക്കിട്ട പെരുന്നാൾ ആഘോഷിക്കണായി നിസ്കാരകാലാക്കിട്ട സുബൈക്ക് പെങ്ങളോടേക്കും ഇളാബറോടേക്കും അളിയന്റെ അവിടേക്കും മറുമോളോടേക്കും എല്ലാം പോയ പെരുന്നാളിന്റെ എന്ത് പോണോ? കൂലിയുള്ള വിഷയമേ അണ്ട് നിസ്കാര അതാ ടൈമില് വേണം. ആ നല്ലത് വേണോ? അതൊക്കെ അല്ലാഹു തീറ. കുടുംബക്കാരോട് ബന്ധം വേണോ? കുടുംബക്കാരോട് വിരിശം വേണോ? കുടുംബ ബന്ധം മുറിച്ചവനാണെങ്കിൽ അത് ഭാര്യമാരോടായാലും മക്കളോടായാലും ഉമ്മയോടായാലും ബാപ്പയോടായാലും
എളാപ്പയോടായാലും കാക്കയോടായാലും അമ്മായോടായാലും എളാമയോടായാലും ആരോടായാലും മാമിറൊട്ടായാലും മാറൊട്ടായാലും നീ അർസാക്കിയിട്ടുള്ളേ. എന്നാൽ നിനക്ക് ലൈലത്തുൽ ഖദർ ഇല്ല, നിന്റെ ദുആക്ക് ഉത്തരയില്ല. കുടുംബബന്ധം മുറിച്ചവനക്ക് സ്വർഗ്ഗമില്ല എന്ന് മാത്രമല്ല, ലാ യദ്ഖുലുൽ ജന്ന ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹീം. കുടുംബബന്ധം മുറിച്ചോണില്ല, കുടുംബക്കാരോട്ട് പിർസത്തിൽ പോകണം ചൊന്നിന്റെ അർത്ഥം എന്തുവാ? നിങ്ങനെ പേടിക്കണ്ട. ഇയാളിന് ചൊന്നു ലാസ്റ്റ് നന്റെ തോട്ടത്തെ ആധാര പട്ട കൊണ്ടിട്ട് ഇയാളാമക്ക് കൊടുക്ക ചൊല്ലുവാന്ന്. അത് നിനക്ക് സൗകര്യമുണ്ടോ മനസ്സുണ്ടോ കൂടി കൊടു. ഇനിയില്ലേ വേണ്ട, അർസാക്കണ്ട, നീ അർസാക്കണ്ട, കൊടുക്കണേ വേണ്ടി. പിന്നെ ഇപ്പൊ ഓനക്ക് പേടിയാത്, ഇയാൾ ചൊന്നു ലാസ്റ്റ് പട്ടമേ കൊണ്ടിട്ട് കൊടുക്ക ചൊല്ലുവാന്ന്. നീ പട്ട പോയിട്ട് നീ ഒരു ബട്ട പോലും കൊടുക്കണ്ട, നീ പിർസത്തിൽ ദൈ ചന്തത്തിൽ ദൈ സൗകര്യമെല്ലാം കിട്ടുമ്പോ പോയിട്ട് സുഖാന്വേഷണം എല്ലാം ആക്കിയിട്ട് ബാ. നിനക്കല്ല നിയമത്തെ തന്നിറ ചന്തത്തിൽ കൊടു. എന്തില്ലെന്നോ റമളാൻ മാസം പണ്ടല്ലേ ഒരു 5000 റുപ്യന്റെ ഒരു കുറച്ച് ഈത്തപ്പള്ള, കുറച്ച് കാരക്ക, കുറച്ച് വണക്കിട്ടി, പിന്നെ ഒരു 10 കിലോ അരി. എന്റെ പേരോ 5000 റുപ്യ ഞാൻ 50 ലിറ്റർ പെട്രോളിന്റെ പൈസ. അതായത് ബൈക്ക് ബീറ്റങ്ങ് പോയായിട്ട് പോണ്ടേത്. ഇത് കാലാകാലം നിൽക്കുന്നുണ്ട് കുടുംബത്തും കബറിലും നാളെ ആഖിറത്തിലും കിട്ടരുത്. ഇനി നിന്റെ ഇല്ലേ കിറ്റ് കൊടുക്ക കെട്ടില്ലേ, കെട്ട് കൊടുക്ക കിറ്റില്ലേ, നീ അർസാക്കണ്ട. പിർസത്തിന്റെ അർസാക്കണ്ട. സൗകര്യം ഉണ്ടാ പോയോണ്ടും വന്നോണ്ടും ഈ സൗകര്യം ഇല്ലേ വാട്സപ്പിൽ ഒരു മെസ്സേജ് എല്ലാം ആക്കിയോണ്ട് ദൈവം അസ്സലാമു അലൈക്കും ചൊന്നു. എല്ലാരോട്ടും സലാം ചൊല്ലണ്ട. നീന് അവളെ വിളിച്ചിട്ട് അല്ലാമളെ മോളെ വിളിച്ചിട്ട് ഹലോ സക്കീന ഹായ് ഹൂയി എന്ത് കുടുംബം എന്താ ചേർത്താ? നീ അങ്ങനെ ചേർക്കണ്ട കുടുംബ, അത് ഹറാം. ഓൻ കിട്ടിയ ചാൻസ് അല്ലേ നീ ഇതിന്റെ ഇടയിൽ ഹായ് ഹൂയി നാക്കി കുടുംബം അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങൾ കുടുംബബന്ധം ചേർത്തോളൂ. കുടുംബബന്ധം മുറിച്ചവരാണെങ്കിൽ ഫൗലായിക ഹുമുൽ ഖാസിറൂൻ, അവര് 2 ലോകത്തും പരാജിതരാണ്. അവരെ ഇബാദത്ത് കൊണ്ട് കാര്യമില്ല. മോള് കേട്ടോ, മറുമോള് കേട്ടോ, അമ്മായിരൊട്ടം ഉണ്ടായിട്ട് ദയിച്ചറ നീന ഫ്ലാറ്റില് പോയിട്ട് ദയിച്ച പിന്നെ നീ അമ്മായിരൊട്ടം ഉണ്ടില്ല. എന്നാ നീ അവിടെ നിസ്കരിച്ചത്, നീ ഇവിടെ വയലുകൊക്കെ വന്നത് ഈ പണ്ട റമളാനില് നീ 30 29 നോമ്പ് നോക്കണത് അല്ലാഹ്ക്ക് വേണ്ട. ഫസ്റ്റ് വേണായോ നിന്റെ അമ്മായിരൊട്ട നീ പിരിസാക്കണോ? എന്നാ അമ്മായിരൊട്ട കേക്കറേ നിങ്ങളെ മറുമോൾട്ട നിങ്ങൾ സംവാ അങ്ങനെ ഉണ്ട്. അത് അമ്മായി മറുമോളു അതങ്ങനെ യാറങ്ങനെ ഈ കാക്ക മറുമോളു അല്ലെങ്കിൽ കാക്ക മറുമോണു ഇങ്ങനെ ഇല്ല, നന്നയില്ല, ഇല്ലാന്നില്ല, കുറച്ച്. മാമി മറുമോളുടെ വിഷയം എപ്പോഴും ഉണ്ട്, എല്ലാ പറലും ഉണ്ട്, എല്ലാ ഒത്തലും ഉണ്ട്. നോക്കൂ നിങ്ങൾ എത്ര ചന്തത്തിലിന്ത മോണ്ടട്ട ഉമ്മ എത്ര ചന്തത്തിലിന്ത 10 28 26 ആണ്ടത്തോളം എന്ത് മോൻ വന്നില്ലെങ്കിൽ ഈ മറങ്ങുകയില്ല. ഇന്നലെ വന്നവാ സൗജതഹു അലാ ഉമ്മി ഫഅലൈഹി ലാനത്തുല്ലാഹ്.